CPI മാള മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കുഴൂരിൽ നടന്നു. രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പെഹൽഗാമിലെ സംഭവം നടന്നു കഴിഞ്ഞുടനെ നിരവധി മുൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ പ്രതികരണം നടത്തിയിരുന്നു. അതിലൊരാൾ എനിക്ക് നേരിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഒരാളുടെ പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സൈന്യത്തിൽ, അതായത് ഇന്ത്യയുടെ കരസേന, ഇന്ത്യയുടെ നാവികസേന, ഇന്ത്യയുടെ വ്യോമസേന, ഈ 3 വിഭാഗങ്ങളിലായിട്ട് 3 ലക്ഷത്തിലധികം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നുണ്ട്. ആ ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അഗ്നിവീർ എന്ന പേരിൽ 4 വർഷത്തേക്ക് താൽക്കാലിക നിയമനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കൂലിപ്പട്ടാളം കേട്ടിട്ടുണ്ടാവും. അതായത് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർ. മുതിർന്ന അംഗം VM ചന്ദ്രബോസ് പതാക ഉയർത്തി. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, KV സുജിത് ലാൽ, VM വത്സൻ, MR അപ്പുക്കുട്ടൻ, KV വസന്തകുമാർ, TK സുധീഷ്, ജയ എന്നിവർ സംസാരിച്ചു. KV സുജിത് ലാൽ, ഇന്ദിര ദിവാകരൻ, PF ജോൺസൺ, PV അരുൺ എന്നിവരടങ്ങുന്ന പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു.